പറവൂർ നഗരസഭാ പരിധിയിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തകർന്ന കെട്ടിടത്തിന്റെ മുന്നിലായാണ് ഇപ്പോൾ ഞാനുള്ളത്. ശക്തമായ മഴയിൽ ഈ ഒരു കെട്ടിടം തകരുന്നത്. ഈ തകർന്ന സമയത്ത് ഈ കെട്ടിടത്തിന്റെ അകത്തായിട്ട് വിദ്യാർത്ഥികൾക്കായി നിരവധി കസേരകളും ഡെസ്കുകളും ഉണ്ടായിരുന്നു. പറവൂർ നഗരസഭയാണ് വിദ്യാർത്ഥികൾക്കായി ബെഞ്ചുകളും ഡെസ്കുകളും സ്കൂളിലേക്ക് നൽകുന്നത്. കെട്ടിടത്തിന്റെ അകത്തായി ഉണ്ടായിരുന്ന ബെഞ്ചുകളും ഡെസ്കുകളും ഇപ്പോൾ ആര് സംരക്ഷിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. PTA ഭാരവാഹികളും സ്കൂളും സംരക്ഷിക്കേണ്ട ബെഞ്ചുകളും ഡെസ്കുകളും നഗരസഭ സംരക്ഷിക്കണമെന്ന വിചിത്രവാദമാണ് സ്കൂൾ അധികൃതർ ഉയർത്തുന്നത്. ഈ ഒരു വിഷയത്തിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. വീണിട്ടും അതിനകത്ത് ഏതാണ്ട് 300ഓളം കസേരകളും നഗരസഭ വാങ്ങിക്കൊടുത്തത് ഉൾപ്പെടെയുള്ള പുതിയ ബെഞ്ചും ഡെസ്കും ഇപ്പോഴും ആ സ്ഥിതിയിൽ തന്നെ ഈ കഴിഞ്ഞ 6 മാസക്കാലത്തെ മഴയും വെയിലും കൊണ്ട് കിടന്ന് നശിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നാം കാണുന്നത്. നമ്മളിവിടെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാളിനോട് അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് മെയ് മാസത്തിൽ തന്നെ നഗരസഭയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ട് എന്നാണ്. ഇതിനകത്തേക്ക് നമ്മുടെ ഈ കുട്ടികൾ ആരെങ്കിലും കയറി ചെന്ന് അതിന്റെ ബാക്കി ഭാഗം കൂടി അവരുടെ ദേഹത്ത് വീണ് അപകടം സംഭവിച്ചാൽ ആരാണ് അതിന് ഉത്തരവാദിത്വം പറയുക? ഈ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? ആ കുട്ടിലേക്ക് ഏതാണ്ട് 6 ലക്ഷത്തിലധികം രൂപ മുടക്കി ബെഞ്ചും ഡെസ്കും ഒക്കെ വാങ്ങി നൽകുകയുണ്ടായി. അതിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാങ്ങി ആവശ്യപ്പെട്ട ബെഞ്ചും ഡെസ്കുകളുമാണ് ഈ കെട്ടിടത്തിന് അടിയിൽ ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ തകർന്നടിഞ്ഞത്. പക്ഷെ അതിലിപ്പോൾ തകരാറുകൾ ഇല്ലാത്തതുകൊണ്ട് ആ തകരാറുകൾ ഇല്ലാത്തത് മാറ്റിയെടുക്കാനുള്ള ഉത്തരവാദിത്വം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ PTA ഉള്ളതല്ലേ? ഇവർക്ക് ബന്ധപ്പെട്ട പ്രിൻസിപ്പാളിനൊക്കെ ഉത്തരവാദിത്തമില്ലേ? ആരും ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറല്ലാതെ സർക്കാരിന്റെ ലക്ഷക്കണക്കിന് രൂപ അനാസ്ഥയിലൂടെ ഇങ്ങനെ നശിപ്പിക്കുന്ന ദയനീയമായ കാഴ്ച ഇത് അനുവദിച്ചുകൂടാൻ പാടില്ലാത്തതാണ്. ഇതിനെതിരായി ശക്തമായ നിലപാടെടുക്കണം. ഇതിനെതിരായ ആരാണോ കുറ്റക്കാർ ആ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന ശിക്ഷാ നടപടി സ്വീകരിക്കണം.